അതുകൊണ്ടാണ് ആശാൻ പറഞ്ഞത്, ഗുരു ഇങ്ങനെ ഒരു മന്ത്രം, ഗുരു ഇങ്ങനെ ഒരു രീതി കാണിച്ചു തന്നിട്ടുണ്ട്. സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടിയിഴപ്പൂ. കെട്ടി വലിക്കുന്നുണ്ട് നമ്മൾ. സ്നേഹം കൊണ്ടുള്ള കെട്ടിവലിക്കലായതുകൊണ്ട് നമുക്ക് ഭാരമില്ല എന്ന് മാത്രം, അല്ലേ? ഗുരുദേവന്റെ കെട്ടിവലിക്കൽ അങ്ങനെയാണ്, കാളവണ്ടി കെട്ടിവലിക്കുന്ന പോലെ. പക്ഷെ ഗുരു സ്നേഹമാകുന്ന പാശം കൊണ്ടാണ്, സ്നേഹമാകുന്ന കയറ് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നത്. അതായിരിക്കണം ആ ഗുരു എങ്ങനെയാണോ ശിഷ്യന്മാരെയും ഭക്തന്മാരെയും ഈ സ്നേഹാത്മക പാശം കൊണ്ട് ബന്ധിച്ചത്, അതുപോലെയായിരിക്കണം ഒരമ്മ മക്കളെയും അച്ഛനെയും സ്നേഹാത്മകമായ പാശം കൊണ്ട് ബന്ധിക്കണം. അച്ഛൻ അമ്മയെയും മക്കളെയും സ്നേഹാത്മകമായ പാശം കൊണ്ട് ബന്ധിക്കണം. അതൊരു കുടുംബമാവും, അതൊരു സ്വർഗമാകും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ദമ്പതികളെയാണ് ഭാരതം തന്നെ പരിചയപ്പെടുത്തിയത്. അത് വേറെ ആരുമല്ല, ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീ ദേവിയുമാണ്. ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക ഭാരതത്തിലാണുള്ളത്. ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ദമ്പതികൾ ഈ പാർവതീ പരമേശ്വരന്മാരാണ്. അവരെ മാത്രം നോക്കിയാൽ മതി, അല്ലേ? ഇതിൽ തന്നെ പറയും, പൂമണക്കും കുഴലാളകം പൂകുമ കോമളമേനി കണ്ടാടു പാമ്പേ. പൂമണക്കും കുഴലാളകം പൂകുമ. നമ്മുടെ മുടിക്കൊക്കെ ഒരു നാറ്റമാണെങ്കിൽ പാർവതീ ദേവിയുടെ മുടിക്ക് പൂവിൻ്റെ മണമാണ് എന്നാണ്. പൂമണക്കും കുഴലാളകം പൂകുമ, അല്ലേ? നല്ല വളരെ അസാധ്യമായ ഒരു സൗരഭ്യമാണത്രേ പാർവതിയുടെ മുടിയിഴകൾ. ആ പൂമണക്കും കുഴലാളകം പൂകുമ, ആ മുടിയിഴകളെ തലോടിക്കൊണ്ടിരിക്കുന്ന ശ്രീ പരമേശ്വരൻ. ഒരു ലജ്ജയില്ല അങ്ങനെയൊന്നും തഴുകിയിരിക്കാനൊന്നും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നുമില്ല, ലോകാപവാദ ഭയമൊന്നുമില്ല ഭാര്യേനെ ഒന്ന് തലോടിയെന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഭദ്രകാളി അഷ്ടകം പോലുള്ള കൃതിയിലൊക്കെ ആദ്യത്തെ വരി തന്നെ ശ്രീമത് ശങ്കര പാണി പല്ലവകിരൽ ലോലംബമാലോല്ലസൻ മാലാലോല കലാപകാളകപരീ ഭാരാവലി ഭാസുരീം കാരുണ്യാമൃതവാരിരാശിലഹരീ പീയൂഷവർഷാവലീം ബാലാംപാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ശ്രീമത് ശങ്കര പാണി പല്ലവ കിരത്. ആദ്യത്തെ വരിത പൂമണക്കും കുഴലാളകം പൂകും എന്ന് പറഞ്ഞ പോലെ ശ്രീമത് ശങ്കരൻ്റെ പാണി പല്ലവങ്ങളേറ്റ് തഴുകുന്ന പാർവതി. ഇങ്ങനെയായിരിക്കണം, സ്നേഹമായിരിക്കണം നിങ്ങളുടെ മുഖമുദ്ര. അനുകമ്പാദശകം എന്ന ഒരു കൃതി അനുകമ്പയുള്ള ഗുരുക്കന്മാരെ, അനുകമ്പയുള്ള ഗുരുഹൃദയത്തെ പരിചയപ്പെടുത്തുക മാത്രമല്ല ഗുരു ചെയ്യുന്നത്, അരുളാൽ വരും ഇമ്പം എന്ന് പറയാൻ. സ്നേഹത്തിലൂടെയാണ് ഇമ്പം വരുള്ളൂ. എവിടെ നിങ്ങൾ സ്നേഹം കൊണ്ട് സംസാരിച്ച് നോക്കൂ, സ്നേഹം കൊണ്ട് പ്രവർത്തിച്ച് നോക്കൂ, അവിടെ ഒരു ഇമ്പം ഉണ്ടാവും. ആ ഇമ്പമാണ് ജീവിതത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടതും. അതുകൊണ്ട് നമഃശിവായ മന്ത്രം ഉരുവിടുമ്പോഴും ആ നമഃശിവായത്തിൻ്റെ പൊരുൾ നാം ആണ് എന്നറിയണം. നമഃശിവായ എന്ന മന്ത്രത്തിന് തന്നെ ഭാഷ്യം എഴുതിയിട്ടുണ്ട് ഭാരതത്തിൽ, പഞ്ചപാദികാ വിവരണം. ഒറ്റ മന്ത്രത്തിന് 7 വലിപ്പമുള്ള ഭാഷ്യമുണ്ട്. അവിടെ ശിവായ നമ, നമ ശിവായ, ശിവായ നമ എന്ന് പറയുമ്പോൾ നമ ശബ്ദത്തിന് ത്യാഗം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ശിവനായിക്കൊണ്ട് ത്യജിക്കണം. ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഗുരുവിനായിക്കൊണ്ട് ത്യജിച്ച് പിന്നെ ഭുജിക്കുക. ഈശാവാസ്യത്തിൽ പറയണ പോലെ തേന ത്യക്തേന ഭുഞ്ചിത, കൊടുത്തിട്ട് എടുക്കുക, അല്ലേ? ഗുരുവിന് സമർപ്പിച്ചിട്ട് ജീവിക്കുക. അപ്പോൾ അത്തരം ജീവിതം നിങ്ങളെ വളരെ സുരഭിലമായിരിക്കുന്ന, വളരെ സ്നേഹമസൃണമായിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകും. കുടുംബം ഇല്ലെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുന്നത് വീട്ടിലേക്കാണ്. അവിടെ പല മാരണങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അവബോധം കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, സ്നേഹാത്മകമാം പാശത്തോടുകൂടി എന്തൊക്കെ
എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതിനെ സ്നേഹത്തിൻ്റെ സൗമ്യമായ ഭാഷയിൽ ഞാൻ പരിഹരിക്കും എന്നുള്ള ഒരു ഉണർവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ ആർക്കും പ്രകോപിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ ആർക്കും കലഹം സൃഷ്ടിക്കാനും കഴിയില്ല. നിങ്ങൾ അവിടെയൊക്കെ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന ഭാവം നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി മായാതെ ഒരു മല പോലെ വർത്തിക്കണം. അല്പം പോലും എന്തില്ലാതെ, അല്പം പോലും ഒരു വെറുപ്പില്ലാതെ, അല്പം പോലും കാലുഷ്യമില്ലാതെ നിങ്ങൾ ജീവിതത്തെ നേരിടുമ്പോൾ അതാണ് ഏറ്റവും നല്ല ഗുരുവിൻ്റെ പാത, അതാണ് സ്നേഹത്തിൻ്റെ പാത, അതാണ് കരുണയുടെ പാത, അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനസരണി. അപ്പോൾ ഇവിടെ വന്ന് പോകുമ്പോൾ ഈ ഒരു സുഹൃതം അനുഭവിക്കാനായിരിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു വരവും പോക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്നിരുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ട മാമ്പഴവുമായി തിരികെ പോകുന്നു എന്ന് പറയണ പോലെ നിങ്ങളുടെ കയ്യിൽ ഒരു കൂട്ടം കായ്കനികളുമായിട്ട്, അമൃതിൻ്റെ കായ്കനികളുമായിട്ട്, ഈ അനങ്കരസക്കനി തട്ടി എറിഞ്ഞിട്ട്, കാമദേവൻ്റെ കയ്യിലിരിക്കുന്ന കനി തട്ടി എറിഞ്ഞിട്ട് മഹാദേവൻ്റെ കയ്യിലിരിക്കുന്ന ജ്ഞാനപ്പഴം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും ഇന്നത്തെ ഈ ഒരു നിറഞ്ഞ സദസ്സ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇവിടെ വന്നിരുന്ന് കേൾക്കാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചതും, ഇങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന, ഇങ്ങനെ ഒരു ഭരണ നേതൃത്വം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ഒരു ചിട്ടയായ പ്രവർത്തനത്തിലൂടെ, വളരെ മനോഹരമായിരിക്കുന്ന സജ്ജീകരണങ്ങളിലൂടെ, അവരുടെ സൂക്ഷ്മതയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരാനും വന്ന് നിൽക്കാനും പറയാനും